Welcome to Men4 Tech, your portal to the future. And don't forget, we're always here, ready to guide you. Make sure to subscribe, like, and share our content. വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുക. കീബോർഡ് US സെലക്ട് ചെയ്യുക, യെസ് കൊടുക്കുക. സെക്കൻഡറി കീബോർഡ് സ്കിപ്പ് കൊടുത്താൽ മതി, വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്യുക. ഇവിടെയാണ് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്യാൻ പറയുന്നത്. ഇനി നമുക്ക് ഇൻ്റർനെറ്റ് കണക്ട് ചെയ്ത് മൈക്രോസോഫ്റ്റ് അക്കൗണ്ടും കൊടുത്താൽ മാത്രമേ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഈ ഓപ്ഷൻ വരുമ്പോൾ കീബോർഡിൽ Shift+F10 ഈ രണ്ട് കീയും ഒരുമിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പണായി വരും. ഇവിടെ OBE obey /bypass NRO BYPASS NRO BYPASS NRO bypass NRO obey/bypass NRO ടൈപ്പ് ചെയ്യുക. obey/bypass NRO ഈ കമാൻഡ് പ്രോംപ്റ്റിൽ OBEY obey/bypass NRO ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ അടിക്കുക. എൻ്റർ അടിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വരുന്നതാണ്. ഇനി കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമ്പ്യൂട്ടർ റീസ്റ്റാർട്ടായി വരുന്നുണ്ട്. ജസ്റ്റ് എ മൊമെൻറ്റ്. വിൻഡോസ് റീസ്റ്റാർട്ടായി വന്നു. ഇനി നമുക്കിവിടെ വീണ്ടും കൺട്രി റീജിയൻ ചോദിക്കും. ഇവിടെ യുണൈറ്റഡ് സ്റ്റേറ്റ്സോ ഇന്ത്യയോ എവിടെയാണെന്ന് വെച്ചാൽ കൊടുക്കുക. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. കീബോർഡ് ലേഔട്ട് US സെലക്ട് ചെയ്യുക. വീണ്ടും യെസ് കൊടുക്കുക. അടുത്ത ഓപ്ഷൻ സെക്കൻഡറി കീബോർഡ് ചോദിക്കും, അത് സ്കിപ്പ് ചെയ്യുക, വേണമെങ്കിൽ ആഡ് ചെയ്യുക. ഇനിയുള്ള ഓപ്ഷൻ ശ്രദ്ധിക്കുക. നേരത്തെ ഈ ഓപ്ഷൻ ഇല്ലായിരുന്നു. I don't have ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് കൊടുക്കുക. കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. കണക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നെറ്റിലേക്ക് പോകും. കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ് അതിലേക്ക് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ കമ്പ്യൂട്ടറിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പേര് കൊടുക്കുക. ഇവിടെ ഞാൻ എൻ്റെ പേര് തന്നെയാണ് കൊടുക്കുന്നത്. ആദ്യം കമ്പ്യൂട്ടറിൻ്റെ ഒരു പേര് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന പാസ്വേഡ് കൊടുക്കുക. അതിനുശേഷം കൺഫേം പാസ്വേഡ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ ഉണ്ട്. ഏതെങ്കിലും 3 ക്വസ്റ്റ്യന് ആൻസർ സെലക്ട് ചെയ്യുക. ഞാനിവിടെ അത് സ്കിപ്പ് ചെയ്യുകയാണ്, അതായത് വീഡിയോയിൽ കാണിക്കുന്നില്ല. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇവിടെയും നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് അല്ല, അക്സെപ്റ്റ്. വിൻഡോസിലേക്ക് കയറാൻ പോവുകയാണ്. ഹായ് വന്നു. സിസ്റ്റം റെഡി ആയിട്ടുണ്ട്. ഡെസ്ക്ടോപ്പിലേക്ക് വന്നു. നമുക്കിനി ഡെസ്ക്ടോപ്പിലേക്കുള്ള മൈ കമ്പ്യൂട്ടർ അങ്ങനെയുള്ള കുറച്ച് ഐക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം.
നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. ബൈ.